നമസ്കാരം. പ്ലസിലേക്ക് സ്വാഗതം. അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് പിറകെ കടുത്ത പ്രത്യാക്രമണത്തിനാണ് അഫ്ഗാനിസ്ഥാനും ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ പോരാട്ടം കനക്കുന്നു. തങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് തങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കുമെന്നാണ് താലിബാൻ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. അത് പാകിസ്ഥാൻ താങ്ങില്ല എന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ലംഘനം പാകിസ്ഥാൻ നടത്തി. അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് താലിബാൻ വക്താക്കൾ ഇതിനോടകം തന്നെ പറയുന്നു. ശനിയാഴ്ച മുതൽ പക്തിക, നംഗഹാർ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭീകരകേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. കൊല്ലപ്പെട്ടതാകട്ടെ നിരപരാധികളായ സാധാരണക്കാരാണെന്നുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നു. പക്തികയിലെ ബർമൽ ജില്ലയിൽ പാക് മിസൈലുകൾ പതിച്ചത് ഒരു സാധാരണക്കാരന്റെ വീടിന് മുകളിലാണ്. ഈ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 16 പേരായിരുന്നു നിമിഷ നേരം കൊണ്ട് കൊല്ലപ്പെട്ടത്. ആ കുടുംബത്തിന്റെ വംശാവലി തന്നെ ഇല്ലാതാക്കുന്ന ക്രൂരതയായിരുന്നു പാകിസ്ഥാൻ ചെയ്തതെന്നും ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. തകർന്ന വീടിനുള്ളിൽ നിന്നും 2 കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും അവരുടെ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഉറ്റവരും ഉടയവരുമൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാക് സൈന്യം അവരെ ഇല്ലാതാക്കിയിരിക്കുന്നു. നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചു എന്നാണ് താലിബാൻ ആരോപിക്കുന്നത്. വിഷയത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിക്കാനായി സൗദി അറേബ്യ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ താലിബാൻ നേതൃത്വം വിവരങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു. ഇതിനിടെ കാബൂളിൽ താലിബാൻ ഉന്നത നേതാക്കളുടെ അടിയന്തര യോഗം കൂടി ചേർന്ന് പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നടപടികൾ എങ്ങനെ വേണമെന്നത് ചർച്ച ചെയ്തു. കടുത്ത തിരിച്ചടി തന്നെയായിരിക്കും പാകിസ്ഥാനെ കാത്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, ബന്നു, ബജൌർ എന്നിവിടങ്ങളിൽ റംസാൻ മാസത്തിലുണ്ടായ ചാവേർ സ്ഫോടനങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിലാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ വിശദീകരണം. പക്ഷേ അതിന് ഇരയായതാകട്ടെ സാധാരണ ജനങ്ങളും. അഫ്ഗാൻ മണ്ണ് ഭീകരവാദത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ലോകത്തിന് മുന്നിൽ വിലപിക്കുന്ന പാകിസ്ഥാൻ തന്നെ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്നാണ് താലിബാൻ തിരിച്ചു മറുപടി നൽകിയത്. പക്തികയിലെയും നംഗഹാറിലെയും മതപാഠശാലകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇനിയിപ്പോൾ ഏത് സമയത്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ തിരിച്ചടിക്കുമെന്ന ആശങ്കയിലൂടെ തന്നെയാണ് പാകിസ്ഥാന്റെ അതിർത്തി ഗ്രാമങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാക് ജനതയും ഏറെ ഭീതിയുടെ നിഴലിലൂടെ കടന്നു പോവുകയാണ്.